ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്ന് വേൾഡ് ഡേ ഓഫ് പ്രയറിനോടനുബന്ധിച്ച് ദൈവത്തിന്റെ പരിശുദ്ധ ദൈവത്തിനെ ചിന്തിക്കുവാനും അത് പങ്കിടുവാനും അതിനെ അനുബന്ധിച്ച ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് ഈ ശുശ്രൂഷയ്ക്ക് എനിക്കൊരു അവസരം നൽകുന്ന പ്രിയ വിജയ് ശക്തിനോടും ശ്രീവികാസ സെക്രട്ടറി പ്രിയ വിജിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. വേൾഡ് ഡേ ഓഫ് പ്രയറിന്റെ ആരംഭഘട്ടങ്ങളെ കുറിച്ചും അതിന്റെ എയിം എന്നാണ് എന്നതിനെ കുറിച്ചും അല്പം പറഞ്ഞത്. In 1887, Mary Ellen James from New York called for a day of prayer for home mission. Then in 1890, Mrs. Lucy Peabody of Boston and Mrs. Karen Back of New York called for a unified day of prayer for foreign missions, which eventually evolved into the global ecumenical movement. In 1920s, the movement expanded and in 1928, it became known as the World Day of Prayer, supported by Grace Hogan in Scotland. The movement focused on ecumenism and reconciliation. Women worldwide learned how their sisters of their countries, languages and other countries' cultures and understand the biblical passages in their own corners, and they learn the concerns and needs of those women and to empathize and feel in solidarity with them. Through the World Day of Prayer, women are encouraged to become aware of the needs of others from different countries and cultures and no longer live as isolation. They are also encouraged to take up the burdens of others, to sympathize with the problems of other countries, and they further encouraged to use their talents for the development of others. The World Day of Prayer aims to demonstrate that prayer and action are inseparable and that both have immeasurable influence in the world. Every year, worship services focuses on different country and specific theme. World Day of Prayer, national or regional committees of that country prepare the order of worship, and these themes to be used on the next World Day of Prayer. The country of focus for this year is Nigeria, and the theme is I will give you rest, based on St. Matthew chapter 11 verses 28 to 30. Come to me, all who labor and heavy burden, and I will give you rest. Take my yoke upon you and learn from me, for I am gentle and lowly in heart, and you will find rest for your souls. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുകയാണ്. എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുന്നു. ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് എവൻഗേലിയനായിട്ട് വായിച്ച വേദഭാഗത്തിൻ്റെ മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 28. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. Then Jesus answered her, O woman, great is your faith. Be it done for you as you desire. ഒരു നിമിഷം നമ്മൾ തലവേദന അടിമയാൽ വാത്സല്യമായി സ്നേഹിക്കുന്ന പരമപിതാവിനെയും ഈ ദിവസത്തിനായിട്ട് സ്തോത്രം കർത്താവ്. വേൾഡ് ഡേ ഓഫ് പ്രയർ ആയിട്ട് കർത്താവ് ഇതിന്റെ സന്നിധിയിൽ തിരുവചനവുമായിട്ട് നിൽക്കുവാൻ അടിയനെ അപ്പുറം ബലപ്പെടുത്തിയതിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. തന്ന ഈ നല്ല ദിവസത്തിനായിട്ട്, ആയുസ്സിനായിട്ട്, ആരോഗ്യത്തിനായിട്ട് സ്തുതിക്കുന്നു. വചനം സംസാരിക്കുന്ന അടിയനോട് കൂടെയും കേൾക്കുന്ന എൻ്റെ മക്കളോട് കൂടെയും അപ്പുറം സാധിക്കുന്നതായിരിക്കുന്നു. സകലമാനവും മഹത്വവും തിരുമേനി എടുത്താട്ടെ. സകലവും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുന്നതായിരുന്നു. യേശു അവളുടെ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അവളുടെ ഒരു സ്ത്രീയുടെ വിശ്വാസത്തെ
യേശു അഭിനന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആവശ്യം അങ്ങേയറ്റം വലിയതായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് ആദ്യമേ അവളെ റബ്യൂക്ക് ചെയ്യുന്നുണ്ട്, ശിഷ്യന്മാർ അവളെ വിലക്കുന്നുണ്ട്. എന്നിട്ടും അവളുടെ ആവശ്യം അത്രമാത്രം വലിയതായതുകൊണ്ട് അവൾ എന്തും നേരിടുവാനും സഹിക്കുവാനും തയ്യാറായിട്ട് മുന്നോട്ട് കർത്താവിനോട് അത് പ്രവർത്തിച്ചേ മതിയാവും, എനിക്കിത് ലഭിച്ചേ മതിയാവും എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ കർത്താവിന്റെ പിന്നാലെ പിന്നെയും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവളുടെ വിശ്വാസത്തെയാണ് കർത്താവ് ഇവിടെ അഭിനന്ദിക്കുന്നത്. യുവർ ഫെയ്ത്ത്. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഫെയ്ത്ത് കണ്ടിട്ട് കർത്താവ് അവളോട് പറയുന്നത്, ഓ വുമൻ. കർത്താവ് അത്രമാത്രം കർത്താവിന് ഏറ്റവും കൂടുതൽ സന്തോഷം അവളുടെ ഫെയ്ത്തില് ദൈവം കർത്താവ് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വേദപുസ്തകത്തിൽ നമുക്ക് സ്ത്രീകളെയും സ്ത്രീ രത്നങ്ങളെയും പെണ്ണുങ്ങളെയും കാണുവാൻ സാധിക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ സഭാപ്രസംഗി 7-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ വായിക്കും. സഭാപ്രസംഗി 7-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യം. ഞാൻ താല്പര്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ കണ്ടു കിട്ടാത്തത് 1000 പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തിയെങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നത്രേ. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. സ്ത്രീയുടെ പ്രത്യേകതകള്, ഒരു സ്ത്രീ ഏതെല്ലാം തരത്തിലായിരിക്കണമെന്ന് നമ്മൾ തിമോത്തിയോസിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ന് അച്ഛൻ സ്ത്രീയുടെ ആ വലിയ ഒരു ദൗത്യം, സ്ത്രീയിലുണ്ടായിരിക്കേണ്ട ഏറ്റവും ഗുണത്തെ കുറിച്ച് അച്ഛൻ പറയുകയുണ്ടായി. ഒരു സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ കാണുന്നു, കുറെ സഭാപ്രസംഗിയെ സംബന്ധിച്ചിടത്തോളം ശലോമോൻ അനേകം ഭാര്യമാരും അനേകം സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളതായിരുന്നു. അവർക്ക് സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടല്ല ശലോമോൻ പറഞ്ഞത്, ഞാൻ കുറേ പേരെ അന്വേഷിച്ചു, പക്ഷെ ആരിലും ഒരു സ്ത്രീയെ കണ്ടില്ല. സൗന്ദര്യത്തിലല്ല ഒരു സ്ത്രീയുടെ സ്ത്രീത്വം ശലോമോൻ കാണുന്നത്. ശലോമോന്റെ ആത്മാവിനാണ് അന്വേഷിച്ചത്. സോൾ, ഹി സെർച്ച്ഡ് ബൈ സോൾ. അതേ ആത്മാവില് അദ്ദേഹം ശലോമോൻ സെർച്ച് ചെയ്തപ്പോൾ ഒരു സ്ത്രീയെ, കാരണം സ്ത്രീ പെണ്ണുങ്ങൾ കുറെ പേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു സ്ത്രീയെ കാണുവാൻ സാധിച്ചില്ല എന്നാണ് ശലോമോൻ പറയുന്നത്. 2 തിമോത്തി 3:7 മുതൽ 9 വരെ വാക്യം. 2 തിമോത്തിയോസ് 3:7 മുതൽ 9 വരെ. അധീനരായി എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുവാൻ കഴിയാത്ത സ്ത്രീകൾ. ഓൾവേസ് ലേണിംഗ് ആൻഡ് നെവർ ഏബിൾ ടു അറൈവ് അറ്റ് ദ നോളജ് ഓഫ് ട്രൂത്ത്. അതുപോലെ ആ രീതിയിൽ ആ പരിജ്ഞാനത്തിലേക്ക് വരാത്ത, കാരണം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ പരിജ്ഞാനം പ്രാപിച്ച് ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സ്ത്രീ എന്നുള്ളതായ ആ ഒരു പേരിന് യോഗ്യതയുള്ളതാവുന്നത്. ഇവിടെ നമ്മൾ കർത്താവിന്റെ ഈ വചനത്തിൽ കാണുന്നത് ആ സ്ത്രീയുടെ ഫെയ്ത്ത് കണ്ടിട്ടാണ്. അവളുടെ വാഗ്പരമായ അപ്പിയറൻസ് നോക്കിയിട്ടല്ല കർത്താവ് പറയുന്നത് സ്ത്രീയെ എന്ന് വിളിച്ചത്. അവളുടെ ആ ഫെയ്ത്ത് കണ്ടിട്ടാണ് കർത്താവ് പറയുന്നത് സ്ത്രീയെ എന്ന്. എന്നാൽ നമ്മൾ വേദോസ്തത്തിൽ പല സ്ത്രീകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും അനുഗ്രഹീതമായ ദൈവീക ശുശ്രൂഷ ചെയ്ത സ്ത്രീകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ വേൾഡ് ഡേ ഓഫ് പ്രയറിന്റെ ആ ആരംഭത്തിന് വേണ്ടി പരിശ്രമിച്ചത് കുറച്ച് സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഭവനത്തിലിരുന്ന് അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികളിൽ ആവൃതരാകാമായിരുന്നു. പക്ഷേ അവര് മറ്റുള്ളവരുടെ ഉന്നമനത്തിനും മറ്റുള്ളവരുടെ ഡെവലപ്മെന്റിനും ഒരു കൈത്താങ്ങാകുവാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തികളാണ് ഇന്ന് നമ്മൾ ഈ വേൾഡ് ഡേ ഓഫ് പ്രയർ ഇത്രമാത്രം ഓരോ
എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുവാൻ ഇടയായത്. നമുക്ക് നല്ല സ്ത്രീകളെയും കാണുവാൻ സാധിക്കും. 1 തിമോഥെയോസ് 2:9 മുതൽ ഉള്ള 9-10 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല സ്ത്രീകളുടെ ഗുണം എന്താണ്. അത് മാത്രമല്ല 1 തിമോഥെയോസ് 3:11 വാക്യം. 1 തിമോഥെയോസ് സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നെ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവയെ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകുവണ്ണം സൽപ്രവൃത്തികൾ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അവിടെ സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടെ, അത് മാത്രമല്ല സുബോധത്തോടെ തങ്ങളെ അലങ്കരിക്കണം. അല്ലാതെ പിന്നിയ മുടി അവരുടെ ബാഹ്യമായിട്ടുള്ള അപ്പിയറൻസ് ഒന്നുമല്ല അത് അവളെ അലങ്കരിക്കേണ്ടത് എന്ന് പറയുന്നു. Likewise also that women should adorn themselves in respectable apparel with modesty and self-control, not with the bridal hair and gold or pearls or costly attire. 1 തിമോഥെയോസ് 3:11 വാക്യം. അവിടെ സ്ത്രീകളിൽ ധനശാലികളായി, ഏഷണി പറയാതെ, നിർമ്മതരും എല്ലാത്തിലും വിശ്വസ്തരുമായിരിക്കണം. എങ്ങനെയാണ്? Their wives likewise must be dignified, not slanderers, but sober-minded. സ്ത്രീക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു ഗുണമാണ് sober-minded. ഏഷണി പറയാതെ, മറ്റുള്ള ധനശാലികളായിരിക്കണം, അതുപോലെ ഏഷണി പറയാത്തവരും ആയിരിക്കണം. അങ്ങനെയുള്ള നല്ല സ്ത്രീകളെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ രൂത്തിനെയാണ് എനിക്ക് ഇഷ്ടം. കാരണം രൂത്തിന്റെ പുസ്തകം നമ്മൾ നോക്കുകയാണെങ്കിൽ രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ. Then she fell on her face, bowing to the ground, and said with him, Why have I found favor in your eyes, that you should take notice of me, since I am a foreigner? ഒരു യോഗ്യതയും ഇല്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അവൾക്ക് ബോവസിൽ നിന്ന് അവിടെ ഫേവർ ലഭിക്കുവാൻ ഇടയായി. ബട്ട് ബോവസ് ആൻസേർഡ്. ബോവസ് എന്താണ് അവളോട് പറഞ്ഞത്? All that you have done for your mother-in-law since the death of your husband has been fully told to me, and how you left your father and mother and your native land and came to a people that you did not know before. നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ആ പ്രദേശത്തേക്ക് എന്റെ അമ്മാവി അല്പമാത്രം നാളുകൾ പരിചയമുള്ള അമ്മാവിയമ്മയുമായിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് വരുവാനായി. കാരണം അതാണ് നമ്മൾ ചെറുതെന്ന് തോന്നുന്നതായ ചില പ്രവർത്തികൾ നമുക്ക് തോന്നും. എല്ലാ പ്രവർത്തികളിലും ദൈവം മാനിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ പ്രവർത്തികൾ പോലും ദൈവം കണക്കെട്ടുന്നില്ല. ഇവിടെ രൂത്തിന്റെ പ്രവൃത്തി അവൾ ആരോടും പറഞ്ഞു കാണത്തില്ല. പക്ഷെ അവളുടെ പ്രവൃത്തി ആര് കണ്ടു? ദൈവം കണ്ടു. ആ ദൈവികമായിട്ടുള്ള ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൾ ആ ദേശത്തേക്ക്. കാരണം ദൈവം, ഈ നവോമിയുടെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുവാനെ നടത്തുവാൻ മതിയായവനാണെന്നുള്ള ഒരു വിശ്വാസവും അവൾക്ക് ഉണ്ടായിരുന്നു. ഫെയ്ത്ത് ആണ്. നമ്മൾക്ക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ സ്ത്രീ എവിടെയാണെങ്കിലും ഒരിക്കലും പരാജിതയായി പോകത്തില്ല. കാരണം അവൾക്ക് വിശ്വാസം വേണം. നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ആ കൃപയിലേക്ക് ആശ്രയിച്ച് വന്ന രൂത്തിനെ ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. ആ രൂത്തിന്റെ പേര് നമുക്ക് പുസ്തകത്തില് യേശുവിന്റെ ഒരു വംശാവലിയിൽ രൂത്തിന്റെ പേരും എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ ഫെയ്ത്ത് എന്താണ്? നമ്മൾ ആരാണ്? നമ്മൾ എന്താണ് നമ്മുടെ ആഗ്രഹം? ദൈവത്തിൽ നിന്ന് നമ്മൾ
ദൈവത്തിന്റെ ആ ഒരു കൃപയുടെ ആ തണലിലാണ് നമ്മളെങ്കിൽ നമുക്കൊന്നും ഭയക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു തണൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ ജീവിതവും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം തരംതിരിച്ച് ഏറ്റവും നല്ലത് തന്നെ ചെയ്യുവാൻ നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മൾ 119 സങ്കീർത്തനത്തിന്റെ ഏറ്റവും അവസാന വാക്യം 176 Psalms 119:176 I have gone astray like a lost sheep. Seek your servant, for I will not forget your commandments. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അതിനെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. നമ്മൾ ആരും ജീവിതത്തിൽ പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. പലപ്പോഴും വീഴ്ചകളും താഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാം. പക്ഷെ ആ കാണാതെ പോയ അവസ്ഥ എന്തുകൊണ്ടാണ് ഞാൻ കാണാതെ പോയത്? ദൈവസന്നിധി കാണാതെ പോകുക എന്ന് പറയുമ്പോൾ ആ ഉടയവന്റെ കാഴ്ചയിൽ നിന്ന് അല്ലെങ്കിൽ ഉടയവന്റെ ആ ഭവനത്തിൽ നിന്ന് നമ്മൾ വേറിട്ട് പോകുന്നതായ അവസ്ഥയാണ് കാണാതെ. എൻ്റെ കയ്യിലുള്ള ഒരു സാധനം എൻ്റെ സൂക്ഷ്മത കൊണ്ട് ചിലപ്പോൾ നാം നഷ്ടപ്പെടാം. പക്ഷേ നല്ല ഒരു ഇടയൻ ഒരിക്കലും തൻ്റെ ആ ആടുകളെ ഒരിക്കലും വിട്ടു കളയില്ല. കാരണം ആ ആടുകളെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കുന്ന ഒരു ഇടയനാണ് നമ്മുടെ കർത്താവ്. തൻ്റെ ആടുകളെ എവിടെ പോയാലും എന്ത് ചെയ്താലും തെറ്റിപ്പോയാലും നല്ലതായാലും എല്ലാം ആർക്കറിയാം? ഇടയനാണ്, ദൈവമാണ് ഇടയൻ. അതുകൊണ്ട് ദൈവത്തിന്റെ കാഴ്ചയിൽ നിന്ന് ആർക്കും മറഞ്ഞു പോകാൻ സാധിക്കും. മനുഷ്യരായ നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് ചിലപ്പോൾ നമ്മുടേതായ ചില ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒക്കെ കുറച്ച് നാളത്തേക്കൊക്കെ അല്ലെങ്കിൽ നമുക്ക് കാണാതെ വന്നേക്കാം. കുഞ്ഞുങ്ങൾ എത്രയോ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ദൈവമാകുന്ന ആ ഇടയന് ഒരിക്കലും ആ കണ്ണിന്റെ വെട്ടത്തിൽ നിന്ന് ആരും പോകാൻ സാധ്യതയില്ല. പക്ഷെ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളാണെങ്കിൽ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവ് ഒരു ഓർമ്മയും പറയുന്നുണ്ട്, ധൂർത്തുപുത്രന്റെ കഥ. ആ ധൂർത്തുപുത്രന്റെ കഥയിൽ ധൂർത്തുപുത്രൻ എന്തുകൊണ്ടാണ് അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോകാനിടയായത്? ആ ഭവനത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടല്ല, അപ്പന്റെ സ്നേഹം പറഞ്ഞിട്ടല്ല, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആ സുഖസൗകര്യങ്ങൾ ഒന്നും പോരാ, കുറച്ചുകൂടൊക്കെ ഒന്ന് വേണം, കുറച്ചുകൂടൊക്കെ സ്വാതന്ത്ര്യത്തോടെ ഒന്ന് നടക്കണം. ആ ഒരു ആഗ്രഹത്തോടെ പോയ ഒരു ധൂർത്തുപുത്രന്റെ കഥ കർത്താവ് പറയുന്നുണ്ട്. പക്ഷെ ആ ധൂർത്തുപുത്രനും എന്ത് പറ്റി? കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ആ ഒരു പ്രാർത്ഥന ഉണ്ടായി, എന്നെ ഒന്ന് അന്വേഷിക്കണമെന്ന്. ആ ഒരു അപ്പന്റെ ഭവനത്തിലായിരുന്നപ്പോഴുള്ള സുഖസൗകര്യങ്ങളെ അല്ലെങ്കിൽ ആ പ്രൊട്ടക്ഷന്, ആ ചിറകിന്റെ കീഴിലായിരുന്നപ്പോഴുള്ളതായ ആ ഒരു സന്തോഷം, അതൊക്കെയും ഓർത്തപ്പോൾ ആ ധൂർത്തുപുത്രൻ എന്തായി? മനം തിരിച്ച് വരുവാന് ഇടയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരാം. പക്ഷെ അപ്പോൾ നമ്മൾ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഞാൻ കാണാതെ പോയ ആടുപോലെ ആയിരിക്കുന്നു, എന്നെ ഒന്ന് അന്വേഷിക്കണം. നമ്മൾ നേരന്തീരനായിട്ട് വായിച്ച വേദഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ കർത്താവ് പറയുന്നത് എന്താണ്? അതിന് അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നാണ് കർത്താവ് ഈ സ്ത്രീയോട് പറയുന്നത്. കാണാതെ പോയ ആടുകളെ അന്വേഷിക്കുന്ന കർത്താവാണ്. അന്നേരം നമ്മൾ എവിടെ ലോസ്റ്റ് ആയാലും, നമ്മളെവിടെ നഷ്ടപ്പെട്ടു പോയാലും, കർത്താവിന്റെ ആ ചിറകിന്റെ മറവിൽ നിന്ന് നമ്മൾ അകന്നു പോയാലും, നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ധൂർത്തുപുത്രന്റെ അപ്പന്റെ കഥയിൽ നോക്കുകയാണെങ്കിൽ അപ്പൻ മാളികമുറിയിൽ മകന്റെ തിരിച്ചുവരവ് നോക്കി കാത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ദൈവവും അതുപോലെയാണ്. യേശു കർത്താവ് പറയുന്നു, ഞാൻ എന്താണ് ഇസ്രായേൽ ഗ്രഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ കാണാതെ പോയ ആടുകളെ അന്വേഷിച്ച് കണ്ടെത്തുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. He answered, I was sent only to the lost sheep of the house of Israel. ഇവിടെ കർത്താവ് അങ്ങനെ നമുക്ക് ആ വേദപുസ്തകത്തിൽ ഇതിനെ കർത്താവ് അന്വേഷിച്ച് കണ്ടെത്തുന്ന ചില വ്യക്തിത്വങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഒന്ന് സക്കായിയുടെ ആ ഒരു
ഭാഗത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ സക്കായി ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരനായി പോയത് അവന്റെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളുണ്ട്, ജീവിത അനുഭവങ്ങൾ, ജീവിതത്തിന്റെ ആ അനുഭവങ്ങളിലൂടെയാണ് ഒരു ചുങ്കക്കാരനായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ ജോലി ചുങ്കം പിടിക്കലായിരുന്നു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുകാരനായി പോയി. കാരണം മറ്റുള്ളവരാലെല്ലാം അവഗണിക്കപ്പെട്ടു. പക്ഷേ സക്കായിക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു, എന്താ, ഞാൻ പാപിയാണ്, ഒരു തിരിച്ചുവരവിനെ പറ്റി തിരിച്ചു വരണം എന്നുള്ള ഒരു മോഹം, ഒരു വാഞ്ച ആർക്കുണ്ടായിരുന്നു? സക്കായിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സക്കായിയെ അന്വേഷിച്ചത്. കർത്താവ് ഒരിക്കലും യാദൃച്ഛികമായിട്ടല്ല മരത്തിന്റെ കീഴെ കൂടെ പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കർത്താവിനെല്ലാം ഓരോരുത്തരെയും മുൻകൂട്ടി കാണുന്ന കർത്താവിനെയാണ് കർത്താവാണെന്ന് നമുക്കറിയാം. കർത്താവിന് എല്ലാവരെയും അറിയാം. ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അവസ്ഥ അറിയുന്നതാണ് ദൈവം. എന്റെ ഹൃദയത്തിൽ ദൈവത്തെ കാണണം, എന്റെ കർത്താവിനെ കാണണം, കർത്താവിനോട് അടുത്ത് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അത് അറിയും. ഇതുപോലെ സക്കായിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു കർത്താവിനെ അറിയണം, കർത്താവിന്റെ കൂടെ കർത്താവിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണം, കർത്താവിന്റെ ആ സ്നേഹം അതൊക്കെ ആ ഒരു കാണണം, അറിയണം, തൊഴണം, നിൽക്കണം, കൂടെ ഇരിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം സക്കായിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആ മരത്തിന്റെ സക്കായി കയറിയിരുന്നതായ മരത്തിന്റെ ചുറ്റി കൂടെ പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചോസൻ എന്ന സീരീസ് കാണുമ്പോൾ നഥനയേല് ഒരു അത്തിയുടെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. നഥനയേൽ പറയുന്നത്, ദൈവമേ നീ എന്നെ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥനയുടെ ഉത്തരമാണ് നഥനയേൽ യേശുവിന്റെ അടുത്തോട്ട് വരുമ്പോൾ യേശുവിനോട് നഥനയേൽ പറയുന്നു, ഇവന് സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവന് കളങ്കമില്ല എന്ന് പറയുന്നു. അപ്പൊ നഥനയേൽ ചോദിക്കും, നീ എപ്പോഴാണ് എന്നെ കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ബൈബിളിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. നീ എപ്പോഴാണ് എന്നെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? നീ അത്തിയുടെ ചുവട്ടിലിരുന്ന് കരഞ്ഞപ്പോൾ ഞാൻ കണ്ടു, അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നതാണ്. ആ കർത്താവ് അവിടെ കണ്ടതായിട്ട് നഥനയേലിന് അറിയത്തില്ല, പക്ഷെ കർത്താവ് എല്ലാവരെയും കാണുന്നതായിട്ട് നമുക്ക് അവിടെ അങ്ങനെയാണ് കർത്താവ്. ദൈവത്തിന്റെ ആ ഒരു ചിറകിന്റെ നിഴലിൽ ആശ്രയിക്കുന്ന ഏവരെയും കാണുന്ന, സംരക്ഷിക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന, അറിയുന്ന ദൈവത്തെ നമുക്ക് കാണാം. സോ നമ്മളാണെങ്കിൽ ആ ശമര്യക്കാരത്തെ സ്ത്രീയുടെ കഥയിലേക്കും പോവുകയാണെങ്കിൽ, ശമര്യക്കാരത്തെ സ്ത്രീയും ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ മൂലം പാപത്തിന് അടിമപ്പെട്ടു. പക്ഷെ അവളുടെ മനസ്സിൽ ഒരു ഭാരം ഉണ്ടായിരുന്നു. ആ ഭാരം ആർക്ക് മനസ്സിലായി? ആർക്കറിയാം? ദൈവത്തിനറിയാം. നമ്മുടെ ഹൃദയങ്ങളുടെ ഭാരം, നമ്മുടെ ഹൃദയത്തിനുള്ളിലിരിപ്പ് എല്ലാം മനസ്സിലാക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എത്ര ശമര്യക്കാരത്തിയുടെ വേദഭാഗം നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ദൈവം എത്രമാത്രം കർത്താവ് ഒത്തിരി സന്തോഷിച്ച ഒരു വേദഭാഗമാണ്. കാരണം അവള് കർത്താവിനെ മനസ്സിലാക്കിയപ്പോൾ അവൾ അവിടെ നിന്നില്ല. അവള് വെള്ളം കോരാനായിട്ടാണ് വന്നത്. വെള്ളം കോരാൻ ആവശ്യമാണ്. അവൾ ആവശ്യപ്രകാരം വന്ന കിണറിന്റെ തീരത്ത് വന്നപ്പോഴാണ് കർത്താവിനെ കാണുന്നത്. കർത്താവ് യാദൃച്ഛികമായിട്ടല്ല, അവൾ ആ സമയത്ത് വരും എന്നുള്ളത് കർത്താവിന് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആ സമയത്ത് അവിടെ പോയി. കാരണം അവളെ കാണണം, അവളെ രക്ഷിക്കണം. കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ തന്നെ അയച്ചിട്ടില്ല. ഇപ്പോഴും കാണാതെ പോയ ഒരാളാണ്. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ചേർക്കണം, കൂടെ ആക്കണം എന്നുള്ള ഒരു ചിന്ത കർത്താവ്, ഒരു സ്നേഹം കർത്താവിനുണ്ടായതുകൊണ്ടാണ് കർത്താവ് ആ സമയത്ത് ആ ഭാഗത്ത് ചെല്ലുന്നത്. അപ്പോൾ അവളോട് സംസാരിക്കുന്നത് നീണ്ട സംസാരമാണ്. അവിടെ ആ സംസാരത്തില് അവസാനം അവള് കർത്താവിനെ അറിഞ്ഞു. കർത്താവിനെ ആ വിശ്വാസത്തോടെയാണ് അവളുടെ ആ ദേശത്തോട്ട്, അവളുടെ പട്ടണത്തിലോട്ട് പോയിട്ട് എനിക്ക് വെള്ളം കോരാൻ അവളുടെ ആവശ്യം പോലും അവൾ മറന്നു. എന്തിനു വേണ്ടിയാണ് വന്നത് എന്താണ്. പക്ഷെ ആ ആവശ്യത്തിനേക്കാൾ ഉപരി അവൾ കർത്താവിനെ കണ്ടതായ സന്തോഷം മറ്റുള്ളവരോടെല്ലാം അറിയിക്കണം, എല്ലാവരെയും അത് കർത്താവിന്റെ അടുക്കലേക്ക് ആനയിക്കണം എന്നുള്ള ഒരു ചിന്തയോടെ അവൾ പോവുകയും എല്ലാവരെയും അറിയിക്കുകയും ചെയ്തതിനു ശേഷം എന്തായി, എല്ലാവരും അവളുടെ വാക്ക് കേട്ട് കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ ആ അത്രമാത്രം നമ്മളെ അറിയുന്ന സ്നേഹിക്കുന്ന കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് ആ ഒരു പ്രൊട്ടക്ഷനും ആ ഒരു കർത്താവിനാൽ അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള ഒരു വിശ്വാസവും ഉറപ്പും ഉള്ളത് കൊണ്ടാണ് ഈ സ്ത്രീ കർത്താവിന് പുറകില് കർത്താവ് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ്, കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് സ്ത്രീ കർത്താവിന് പുറകെ പോയത്. കാരണം അവൾക്ക് കൂടുതലും കർത്താവിൽ വിശ്വാസമുണ്ടായത്, പക്ഷേ അവളുടെ മോളോടുള്ള സ്നേഹവും അധികമായിരുന്നു. കർത്താവ് ആ മോൾക്ക് സൗഖ്യം വേണം. നമ്മൾ ഓരോ അമ്മമാരും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന അവര് ഓരോ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണമെന്ന് എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ സ്ത്രീയും അവളുടെ ആ കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിന്റെ പുറകില് ഒത്തിരിയും കഷ്ടപ്പെട്ട് ഒത്തിരിയും നിന്ന് ശ്രമിച്ചു. കർത്താവിന്റെ പുറകിൽ പോയി ആ ഒരു വിടുതല് കുഞ്ഞിനെ ലഭിക്കും. കാരണം അവളുടെ ഫെയ്ത്ത് കൊണ്ടാണ്. അവിടെ താഴെ പറയുന്നത് നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിന്റെ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ ആശ്രയിച്ചു വന്നാൽ നമുക്ക് പിന്നെ ഒരു അവിശ്വാസത്തിൻ്റെതായ ഒരു അവസ്ഥയിലല്ല, നമ്മൾ വിശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് വരും. നമ്മൾ തിരിച്ചറിയണം, നമ്മളും കാണാതെ പോകുവാനുള്ള സാഹചര്യങ്ങൾ അനേകമാണ്. ആ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണമെന്നുള്ള ഒരു വാഞ്ചയും ഒരു ഹൃദയത്തിൻ്റെ ഒരു ഭാരവും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ മാത്യു ചാപ്റ്റർ 11 നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ തീം. ആ മാത്യു ചാപ്റ്റർ 11 20 തൊട്ടുള്ള ഭാഗങ്ങളിൽ കർത്താവിന്റെ ഒത്തിരി മാനസാന്തരപ്പെടാത്ത കുറച്ച് ജനങ്ങളോടുള്ള ഒരു ശാസനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാനസാന്തരം ആവശ്യമാണ്. പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചുകൊണ്ടനെ. കോരസീനെ നിനക്ക് കഷ്ടം, ബേസയിലെ നിനക്ക് കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോറിലും സീതോനിലും നടന്നതിനു വേണ്ടി അവർ പണ്ട് തന്നെ തെറ്റിലും നേരിലും മാനസാന്തരപ്പെടുമായിരുന്നു. മാനസാന്തരം ഏറ്റവും ആവശ്യമാണ്. ഈ പ്രദേശം കോരസീനിലെ ബേസയിലെ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചു. പക്ഷെ എന്നിട്ടും കർത്താവിനെ വിശ്വസിക്കുവാനോ കർത്താവിന്റെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ ആരും തയ്യാറായിരുന്നില്ല. അതുപോലെ 22 എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സൂര്യനും സീതോനും ഈ പ്രദേശങ്ങളെക്കാൾ ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് ആ പ്രദേശങ്ങളാണ് കൂടുതൽ ബെറ്റർ എന്നാണ് കർത്താവ് പറയുന്നത്. അതുപോലെ കവർന്നഭൂമിയോട് പറയുന്നത് 23 വാക്യം മാത്യു ചാപ്റ്റർ 11:23 നീയോ കവർന്നഭൂമി സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു, നീ പാതാളം വരെ താഴ്ന്നു. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു. എന്നാൽ ന്യായത്തെ ദിവസത്തിൽ സോതോമിയുടെ നാടിന് സഹിക്കാവതാവുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു മാനസാന്തരം ഇല്ലാത്ത ജനങ്ങളോട് വീര്യപ്രവർത്തികൾ ചെയ്തു, കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, കർത്താവ് എല്ലായിടത്തും അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികൾക്ക് വരുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെയാണ് കർത്താവ് പറയുന്നത്, പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ശിശുക്കൾ എന്ന് പറയുമ്പോൾ പരിജ്ഞാനം, വിവേകം ഈ വക കാര്യങ്ങളിലൊന്നും അത്ര ശ്രേഷ്ഠമല്ലാത്ത ജനങ്ങൾക്ക് എന്ത് കർത്താവിനെ വെളിപ്പെടുത്തി. അതേ പിതാവെ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എന്റെ പിതാവ് സകലവും എങ്ങൾക്ക് പരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവരും അല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവരാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട്
എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇവിടെ പറയുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഒരു ഭൗതികമായിട്ടുള്ള ഒരു ആശ്വാസത്തെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്, ആത്മീകമായിട്ടുള്ള ആശ്വാസത്തെ കുറിച്ചാണ്. അതാണ് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഈ നമ്മൾ കാണാതെ പോയ ആളുകളുടെ ശമരിയക്കാരത്തെ സ്ത്രീ ആയാലും സക്കായി ആയാലും ഇവർക്കൊക്കെ എന്തുണ്ടായിരുന്നു? ആത്മാവിന് ഒരു ഹൃദയത്തിൽ ഭയങ്കര ഭാരവും വേദനയും ഉണ്ടായിരുന്നു. കർത്താവിനെ ഈ പാപത്തിൽ നിന്ന്, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിച്ചവരെയാണ് അന്വേഷിച്ച് കർത്താവ് കണ്ടെത്തിയത്. അവർക്കാണ് കർത്താവ് വിടുതൽ കൊടുത്തത്. നമ്മൾ 18 സംവത്സരമായിട്ട് സാത്താനെ ബന്ധിക്കപ്പെട്ട ഒരു കൂനിയായ സ്ത്രീയുടെ കഥ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. കൂനിയായ സ്ത്രീ സാത്താനാലാണ് ബന്ധിക്കപ്പെട്ടത്. പക്ഷെ അവരെവിടെയായിരുന്നു? ചർച്ചിൽ തന്നെയായിരുന്നു, പള്ളിയിലായിരുന്നു. പക്ഷെ സാത്താൻ അവരെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചില ബന്ധനങ്ങൾ ജീവിതത്തിൽ നമ്മളെ അടിച്ചമർത്തപ്പെട്ടേക്കാം. പക്ഷേ നമ്മൾ ആ ബന്ധനങ്ങളുടെ അവസ്ഥയിൽ അങ്ങ് വേദനിച്ച് നമ്മളായിരിക്കുന്ന ഇടത്ത് തന്നെ അങ്ങ് ഇരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ ബന്ധനങ്ങളുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് സാധിക്കുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാ പറ്റുന്നത് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. എനിക്ക് വേദനയാണ്, എനിക്ക് പറ്റത്തില്ല, നമ്മളങ്ങനെ നിരാശരായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്നു പോകും. ഈ സ്ത്രീ വേദനയാണ്, അവൾക്ക് നടക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് ആ സമയങ്ങളിലൊന്നും ഒരിക്കലും വാഹനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീ കുറേ നടന്നിട്ടായിരിക്കും ഈ ചർച്ചിലൊക്കെ വരുന്നത്. കാരണം അത്രമാത്രം അവൾ ഭാരപ്പെട്ട് വേദനപ്പെട്ട് ഒക്കെ അവൾക്ക് ആഗ്രഹം എന്തുവാണ്? ദൈവത്തിന്റെ ആലയത്തിൽ വരണം. അവൾക്കാണ് കർത്താവ് വിടുതൽ കൊടുത്തത്. 18 സംവത്സരമായിട്ട് സാത്താനാൽ ബന്ധിക്കപ്പെട്ട അവൾക്ക് വിടുതൽ കൊടുത്ത് കർത്താവ് ഇവളും അബ്രഹാമിന്റെ മകളാകിയ അവൾക്ക് സൗഖ്യം കൊടുത്തു. അബ്രഹാമിന്റെ മകൾ ആണ്. അതാണ് ആ വിശ്വാസം അവൾക്ക്. അബ്രഹാമിന്റെ വിശ്വാസം അവളിൽ ഉള്ളത് കൊണ്ടാണ് ബന്ധപ്പെട്ടാണെങ്കിലും ഒത്തിരി പരിശ്രമിച്ച് ആ ദൈവാലയത്തിൽ തന്നെ എന്നും വരുവാൻ അവൾക്ക് സാധിച്ചത്. ഇവിടെ നമ്മൾ രൂത്തിന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അവിടെ ക്ഷാമം ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്ത്? ക്ഷാമമാണ്. വേദനഹേമൻ പറയുന്ന ദൈവത്തിന്റെ ആലയത്തിന്റെ സ്ഥാനമാണ്. ദൈവത്തിന്റെ ആലയം അവിടെയാണ്. ആ ദൈവത്തിന്റെ ആലയം ഇരിക്കുന്ന പ്രദേശത്തു നിന്നാണ് അവർ മോവാബ് ദേശത്തേക്ക് പോയത്. കാരണം അവർ വിചാരിച്ചു കാണും മോവാബ് ദേശത്ത് പോയാൽ അവരുടെ വിശ്വാസം, എനിക്ക് തോന്നുന്നു അത്രമാത്രം ദൈവത്തിലുള്ള എലിമേലക്കിനുള്ള വിശ്വാസം കുറവായിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തിന്റെ ആ സാന്നിധ്യമുള്ള പ്രദേശത്ത് നിന്ന് എവിടെ ദൈവമില്ലാത്ത അന്യജാതിക്കാരുടെ ഇടയിലേക്ക് പോകുവാനും പിന്നീട് ദൈവത്തിൽ നിന്ന് വളരെ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായി അവരൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ നവോമി തിരിച്ചു വരുന്നു. നവോമി എന്ത് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രൂപത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപത്തിന്റെ പ്രവൃത്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം ഒരു പ്രത്യാശയില്ലാത്ത സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് വന്ന് ഈ പ്രദേശത്തേക്ക്, ദൈവത്തിന്റെ ആ പ്രദേശത്തേക്ക്, ആലയത്തിലേക്ക് വരുവാൻ അവൾക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ദൈവം അവളെ അനുഗ്രഹിക്കപ്പെട്ടവളെന്നാണ്. നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് ബോസ് അവളോട് പറയുന്നത്. ആ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കും പ്രാപിക്കണമെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഓരോ ദിവസവും നമ്മൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന്റെ അനുഭവത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. ആ അതിന്റെ മറവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം അതിനെല്ലാവരെയും സഹായിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് കേട്ട വചനത്തിനായി സ്തോത്രം. കർത്താവേ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന് ആഴത്തിൽ നിൽപ്പാൻ, മാനസാന്തരത്തിന് അനുഭവത്തിന് സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണം. സകലയുടെ മഹത്വത്തിനായി തീരണമേ. ഈശ്വരത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കേൾക്കണമേ. നമുക്ക് കുമ്പസാര പ്രാർത്ഥനയ്ക്കായിരിക്കണം. ഈ വാചകം എന്റെ പിന്നാലെ ചൊല്ലുക. I confess that I have sinned against you. O Father, Son and Holy Spirit, in thought, word and deed, I am sorry with all my heart for these my sins. I believe in your promise that you will receive those who truly repent.
O Lord, who is merciful and full of grace, accept me, even as you accepted the publican, the woman who was a sinner, and the thief on the cross. Comfort me with the consolation of your word. O Lord, grant that your holy body and blood, in which I now partake, may redeem me from judgment and condemnation, and bring me to life and wholeness. Amen. The Almighty God is compassionate to all of you who have truly confessed your sins. God freely forgive your sins and make you worthy to partake in the Holy Communion. Amen.